എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ വെൽ ബീയിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ഇയർ UG പ്രോഗ്രാമിലെ ബേസിക് ഫിനാൻസ് ഫോർ ഡെയിലി ലൈഫ് എന്ന സബ്ജക്റ്റിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ വെൽ ബീയിങ്. സോ എന്താണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം. Then what do you mean by financial well-being? എന്താണ് financial well-being എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. Financial well-being is a state of being wherein a person can fully meet current and ongoing financial obligations, can feel secure in their financial future. അപ്പോൾ ഫിനാൻഷ്യലി വെൽബീയിങ് ആണെന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം. അല്ലെ, സാലറി കൂടുതൽ കിട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് മന്ത്ലി ഇൻകം ഹൈ ആയിട്ടുള്ള ആൾ എടുത്താലോ ലോവർ ആയിട്ടുള്ള ആൾ എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇതിന്റെ മിഡ് റേഞ്ചിൽ വരുന്ന ആൾക്കാർ എടുത്തോ ആരും ആയിക്കോട്ടെ, പക്ഷേ വെൽബീയിങ് ഉണ്ടാകണമെങ്കിൽ അവർക്ക് എന്താ ഉണ്ടായിരിക്കണം? ഫിനാൻഷ്യൽ വെൽബീയിങ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് wherein a person can fully meet the current and ongoing financial obligations. നമുക്ക് നിലവിലുള്ള നമ്മുടെ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് എല്ലാം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റണം. നമ്മുടെ എല്ലാ നീഡ്സും എല്ലാ വാണ്ട്സും സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി റിട്ടയർമെന്റ് തുടങ്ങി എല്ലാ എന്താണ് കറണ്ട് ഒബ്ലിഗേഷൻസും മീറ്റ് ചെയ്യാൻ പറ്റണം. അറ്റ് ദ സെയിം ടൈം ആൻഡ് ഓൺഗോയിങ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ്, ഇനി നമ്മുടെ മുന്നിലോട്ട് വരാൻ പോകുന്ന എന്താണ് ചില ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ഉണ്ട്, അല്ലെ, ഫ്യൂച്ചറിൽ വന്നേക്കാവുന്ന ചില ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ഉണ്ട്. ഫ്യൂച്ചറിൽ നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടതായിട്ടുള്ള ചില ഗോളുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഇത് അറ്റൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, അതായത് നമ്മുടെ കറണ്ട് സിറ്റുവേഷനിലെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസിനെ മീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ can feel secure in their financial future. അങ്ങനെയുള്ള ആൾക്കാർ എന്താണ്, അവർ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ സെക്യൂർ ആണെന്ന് പറയാം. ഇങ്ങനെയുള്ള വ്യക്തികളാണ് ആരായിട്ട് മാറുന്നത്? ഫിനാൻഷ്യലി വെൽബീയിങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറുന്നത്. അപ്പൊ സാലറി കൂടുതൽ ഉള്ളതുകൊണ്ട് ഒരിക്കലും ഫിനാൻഷ്യൽ വെൽബീയിങ് ഉണ്ടാകണമെന്നില്ല, അല്ലെ. എനിക്കെന്താണ് 1 ലക്ഷം രൂപ സാലറി കിട്ടുന്നുവെങ്കിൽ ഞാൻ 1 ലക്ഷം രൂപയെ സ്പെൻഡ് ചെയ്ത് തീർക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. കിട്ടുന്ന പൈസ ഒരു മാസത്തിന്റെ പകുതി ആകുമ്പോൾ തന്നെ മുഴുവൻ സ്പെൻഡ് ചെയ്ത് തീർക്കുന്ന ആളാണെങ്കിൽ ഞാൻ ഒരിക്കലും ഫിനാൻഷ്യലി വെൽബീയിങ് ആയിട്ടുള്ള ആളല്ല. അതേസമയം എന്താണ്, എന്റെ കൂടെയുള്ള ആള് 50,000 രൂപയെ മാസം സാലറി കിട്ടുന്നുള്ളൂ, എന്റെ 50% കിട്ടുന്നുള്ളൂ, പക്ഷെ അയാളുടെ കറണ്ട് ആയിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസും മീറ്റ് ചെയ്യുന്നുണ്ട്. അയാളുടെ നീഡ്സിനെ, വാണ്ട്സിനെ, ഡിസ്ക്രിഷണറി എക്സ്പെൻസുകളെ, അയാളുടെ സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളിലോട്ടും ആ 50,000 റുപ്പീസ് മാറ്റി വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺഗോയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസിന് വേണ്ടി ഒക്കെ എന്താണ് മാറ്റി വെച്ചിട്ടുണ്ട് പൈസ, അല്ലെ സേവ് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഫീൽ സെക്യൂർ ഇൻ ദയർ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ. ഫിനാൻഷ്യൽ ഫ്യൂച്ചർ സെക്യൂർ ആണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, 1 ലക്ഷം രൂപ കിട്ടുന്ന മാസവരുമാനം കിട്ടുന്ന ആളെക്കാൾ ഫിനാൻഷ്യലി വെൽബീയിങ് ആരാണ്? 50,000 റുപ്പീസ് സാലറി കിട്ടുന്ന ആളാണ്. അപ്പം ഇതെന്താണ്, ഒരു വ്യക്തിയുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, നമ്മൾ ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, നമുക്കൊരു ഫിനാൻഷ്യൽ വെൽബീയിങ്ങിലോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഫിനാൻഷ്യൽ വെൽബീയിങ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ഹൗ ടു ബഡ്ജറ്റ് ബിക്കം ഫിനാൻഷ്യലി then literate, spending within your means and contributing to savings. അപ്പൊ എന്താണ്, ഫിനാൻഷ്യലി വെൽബീയിങ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ഹൗ ടു ബഡ്ജറ്റ് ബിക്കം, നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, ആ ബഡ്ജറ്റ് ബിക്കം ഫിനാൻഷ്യലി ലിറ്ററേറ്റ്, ദ സ്പെൻഡിങ് വിത്തിൻ യുവർ മീൻസ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുക, അതായത് നമ്മൾ ഓവർ സ്പെൻഡിങ് പാടില്ല, അൺനെസസറി എക്സ്പെൻസിന് വേണ്ടിയുള്ള സ്പെൻഡിങ്ങുകൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുക. ദെൻ ടു കോൺട്രിബ്യൂട്ടിംഗ് ടു സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ സേവിങ്സിന് വേണ്ടിയും ഇൻവെസ്റ്റ്മെന്റിലോട്ടും ഒക്കെ നമ്മൾ എന്താണ്, നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു ചെറിയ വിഹിതം കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആ കോൺട്രിബ്യൂഷൻ ചിലപ്പം ഡെയിലി 50 രൂപ വെച്ചായിരിക്കാം. നമുക്ക് സേവ് ചെയ്യാൻ പൈസ ഇല്ലെന്ന് പറയുന്നു, പക്ഷെ നമ്മൾ 50 രൂപ വെച്ച് മാസം സേവ് ചെയ്ത് കഴിഞ്ഞാൽ, ദെൻ അങ്ങനെ സേവ് ചെയ്താൽ പോലും നമുക്ക് വർഷാവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, ഒരു വലിയ എമൗണ്ടിലോട്ട്. ഫിനാൻഷ്യൽ വെൽബീയിങ്ങിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫിനാൻഷ്യൽ വെൽബീയിങ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് വേർ യു ക്യാൻ, യെസ്. അപ്പൊ എവിടെയാണ് നമ്മൾ ഫിനാൻഷ്യൽ വെൽബീയിങ്ങിൽ എത്തി എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്? ദെൻ മാനേജ് യുവർ മണി റെസ്പോൺസിബിലി. നമുക്ക് കിട്ടുന്ന പൈസ അത് ഏത് സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് ആയിക്കോട്ടെ, അത് റെസ്പോൺസിബിൾ ആയിട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റണം. നമ്മുടെ എല്ലാ കാര്യങ്ങളിലോട്ടും നമ്മുടെ നീഡ്സ്, വാണ്ട്സ്, സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ്, റിട്ടയർമെന്റ്, ദെൻ ഇൻഷുറൻസ്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? റെസ്പോൺസിബിൾ ആയിട്ട് മണിയെ മാനേജ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി വെൽബീയിങ് ഉള്ള ഒരാളാണെന്ന് പറയാം. ഫീൽ സെക്യൂർ അബൌട്ട് ഫിനാൻഷ്യൽ ഫ്യൂച്ചർ. നമ്മുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എന്താണ്, ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ,
എനിക്ക് കുഴപ്പമില്ല, എനിക്കിപ്പോ എന്തെങ്കിലും സംഭവിച്ചാലും പ്രശ്നമില്ല, എന്റെ ഫാമിലി സേഫ് ആണ്. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എനിക്ക് ഒരു വീട് വെക്കണം, ഞാൻ സെക്യൂർ ആണ്, എനിക്ക് വെക്കാനായിട്ടുള്ള പൈസ ഞാൻ ഇപ്പോഴേ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്റെ റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ സെക്യൂർ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് മീൻസ് ദാറ്റ് ആ പേഴ്സൺ ഫിനാൻഷ്യലി വെൽബീയിങ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്തെന്താണ് the choice that allow you to enjoy the life. നമ്മുടെ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മുടെ ചോയ്സുകൾ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കണം. കാരണം നമ്മൾ എല്ലാ ദിവസവും ജോലി എടുക്കുന്നു, പക്ഷെ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫിനാൻഷ്യലി വെൽബീയിങ് ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്തിനോ വേണ്ടി പൈസ ഉണ്ടാക്കുന്നു, ആ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയാൽ അവിടെയാണ് നമ്മൾ ഫിനാൻഷ്യലി വെൽബീയിങ് ആണെന്ന് പറയാൻ സാധിക്കുന്നത്. മീറ്റ് യുവർ കറന്റ് ആൻഡ് ഓൺഗോയിങ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ്. നിലവിലുള്ള നമ്മുടെ എല്ലാ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസിനെയും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റണം. നമ്മുടെ നീഡ്സിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം, വാണ്ട്സിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പേയ്മെന്റുകളും നമുക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റണം. സേവിങ്സിലോട്ട് പൈസ മാറ്റാൻ പറ്റണം, ഇൻവെസ്റ്റ്മെന്റിലോട്ട് മാറ്റാൻ പറ്റണം. എല്ലാ കറന്റ് ഒബ്ലിഗേഷൻസും മീറ്റ് ചെയ്യുമ്പോൾ ഇനി വരാൻ സാധ്യതയുള്ള ഓൺഗോയിങ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസിന് വേണ്ടിയും നമുക്ക് പൈസ മാറ്റി വെക്കാൻ പറ്റുന്നെങ്കിൽ ഫിനാൻഷ്യലി വെൽബീയിങ് ആണ് നമ്മളെന്ന് പറയാം. അബ്സോർവ് എ ഫിനാൻഷ്യൽ സെറ്റ് ബാക്ക്. ഒരു ഫിനാൻഷ്യൽ സെറ്റ് ബാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ അബ്സോർവ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഒരു ഫിനാൻസ് നമുക്ക് 2 മാസത്തേക്ക് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് മൂലം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നാൽ, കോവിഡ് മൂലം ലോക്ക്ഡൌൺ വന്നെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ, സാലറി അല്ലെ സോഴ്സ് ഓഫ് ഇൻകം നിലയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ആ ഫിനാൻഷ്യൽ ഷോക്കിൽ നിന്ന് അതിനെ നമുക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഫിനാൻഷ്യലി വെൽബീയിങ്. നമ്മൾ ഫിനാൻഷ്യലി വെൽബീയിങ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊന്നും വന്നിട്ട് നമ്മളെ ബാധിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. ബി ഓൺ ട്രാക്ക് ടു മീറ്റ് യുവർ ഫിനാൻഷ്യൽ ഗോൾസ്. നമുക്ക് ഷോർട്ട് ടൈം ആയിട്ടുള്ള, മീഡിയം ടൈം ആയിട്ടുള്ള, ലോങ് ടൈം ആയിട്ടുള്ള പല ഗോളുകളും ഉണ്ട്. ഈ ഓരോ ഗോളുകൾ അറ്റൈൻ ചെയ്യുമ്പോഴും പുതിയ ഷോർട്ട് ടൈം, മീഡിയം, ലോങ് ടൈം ഗോളുകൾ നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഈ ഗോളുകളൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ, നമ്മൾ സെയിം ട്രാക്കിലാണ് പോകുന്നതെങ്കിൽ, ഇത്രാമത്തെ വയസ്സിൽ എനിക്ക്, അല്ലെങ്കിൽ ഇന്ന് ഇത്രാമത്തെ വർഷം എനിക്ക് ഒരു വീട് വെക്കണം, വണ്ടി മേടിക്കണം എന്നുള്ള നമ്മുടെ ഗോള് നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഫിനാൻഷ്യലി വെൽബീയിങ് ആണ്. ഹാവ് ദ ഫ്ലെക്സിബിലിറ്റി ടു മേക്ക് എ ചോയ്സ് വിത്ത് യുവർ മണി. നമുക്ക് ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നുവെങ്കിൽ, നമ്മുടെ പൈസ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഫിനാൻഷ്യലി വെൽബീയിങ്. അപ്പം ഈ സിറ്റുവേഷനിലൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഫിനാൻഷ്യലി വെൽബീയിങ് ആണെന്നാണ്. ഇതിലൊന്നും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ രീതിയിലൊന്നും നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എങ്കിൽ, എവിടെയെങ്കിലും ട്രബിൾ സംഭവിക്കുന്നുവെങ്കിൽ, സ്റ്റക്ക് ആകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ഫിനാൻഷ്യലി വെൽബീയിങ് എവിടെയോ നഷ്ടമായിട്ടുണ്ട്. നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എവിടെയോ നഷ്ടമായതുകൊണ്ടാണ് നമുക്ക് തീർച്ചയായിട്ടും വെൽബീയിങ്ങിലോട്ട് എത്താനായിട്ട് സാധിക്കാതെ പോകുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ സബ്ജക്റ്റിനപ്പുറം നമ്മുടെ പേഴ്സണൽ ലൈഫില് പേഴ്സണൽ ഫിനാൻസ് ഡീൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഫിനാൻഷ്യലി വെൽബീയിങ് ആകാനായിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ ഇൻകം എത്ര ചെറുതായിക്കോട്ടെ, എത്ര വലുതായിക്കോട്ടെ, നമ്മൾ എങ്ങനെ ഡിസിപ്ലിനോട് കൂടി ഇതിനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്, കൺട്രോൾ ചെയ്യുന്നുള്ളതാണ് നമ്മളെ ഫിനാൻഷ്യൽ വെൽബീയിങ്ങിലോട്ട് നയിക്കുന്നത്. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. നമ്മൾ ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിലോട്ട് എത്തിപ്പെടുന്നതാണ് ഫിനാൻഷ്യൽ വെൽബീയിങ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഫിനാൻഷ്യലി വെൽബീയിങ് ആയിട്ടുള്ള ആൾക്കാരായി മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.